ആത്മബന്ധു. രാത്രി എന്ന തപസ്വിനി എത്തുകയാണ്. ആ തപസ്സിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ ജീവിതമാകുന്ന മനോഹര പുഷ്പത്തെ തന്നെ പൂജയായി കരുതിക്കൊണ്ട് മനോഹരമായ താമരയ്ക്കുമേൽ ഇരിപ്പുറപ്പിക്കുന്ന സകല ദേവചൈതന്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് ഉറങ്ങാനൊരുങ്ങാം. ഉറക്കത്തിന് വേണ്ടി സ്വയം ശ്വാസചലനങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ അകത്തേക്ക് പോകുന്ന ശ്വാസവും പുറത്തേക്ക് പോകുന്ന ശ്വാസവും നമ്മളെ സ്വസ്ഥമാക്കുന്നതറിഞ്ഞുകൊണ്ട് ശ്വാസചലനങ്ങളെ ശ്രദ്ധിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൃദയമാകുന്ന ഒരു താമരപ്പൂവിനെ മനസ്സിൽ കാണാം. ആ താമരയിലിരിക്കുന്ന ഇഷ്ടമൂർത്തിയെ, ഉപാസനാമൂർത്തിയെ മനസ്സിൽ കാണാം. ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ പ്രകാശവലയങ്ങളെ മനസ്സിൽ ചിന്തിക്കുക. ആ പ്രകാശവലയം നമ്മളെ കൂടി പൊതിഞ്ഞു നിൽക്കുന്നതായി അറിയുക. ആ വലയത്തിനുള്ളിൽ ഒരു കരവലയത്തിൽ എന്നതുപോലെ നമ്മൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുക. അമ്മ മടിയിൽ ഉറങ്ങുന്നത് പോലെ അത്രയും സുരക്ഷിതമായി, ഒരു കൈക്കുഞ്ഞ് അമ്മയോട് ചേർന്നുറങ്ങുന്നത് പോലെ അത്രയും സുരക്ഷിതമായി, അതേ മൂർത്തിയുടെ, നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ, നമ്മുടെ ഉപാസനാമൂർത്തിയുടെ, നമ്മൾ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കൈകളിലാണ് ഇപ്പോൾ ഞാൻ എന്ന് വിചാരിക്കാം. ആ ദൈവം എന്നെ ചേർത്ത് വയ്ക്കുകയും എനിക്ക് നടക്കാനാകാതെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഞാൻ തളർന്നു പോയപ്പോഴൊക്കെ എന്നെ എടുത്തുയർത്തുകയും ചെയ്ത മഹാശക്തിയാണ് എന്നറിയുക. അതുകൊണ്ട് തന്നെ അവിടെ സ്വയം അങ്ങ് സമർപ്പിക്കുക. ഏത് വേദനയെയും തലോടി അകറ്റുവാൻ ആ മൂർത്തിക്ക് സാധിക്കുമെന്നറിയുക. നാളെ എന്ന പുതിയ പ്രതീക്ഷയെ എന്നിലേക്ക് കുടിയിരുത്തുവാൻ ഇതേ ശക്തി എന്നിൽ ഉണർവാകുമെന്ന് മനസ്സിലാക്കുക. ദിവ്യത്വം നിറഞ്ഞ് കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ആ നോട്ടം സദാ എന്നിലുണ്ട് എന്നറിയുക. ആ നോട്ടത്തെ അനുഭവിക്കുക. ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ മഹാഹൃദയതാളം, പ്രപഞ്ചത്തിൻ്റെ ഹൃദയതാളം കേൾക്കുവാനാകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഒരു ചിന്തകളും എന്നെ ആശങ്കപ്പെടുത്തേണ്ടതില്ല. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എവിടെയോ ആ കരങ്ങളിലാണ് ഞാനിപ്പോഴുള്ളത് എന്നറിയുക. ഒരു വേദനകളും എന്നെ ബാധിക്കുന്നില്ല. കാരണം ശരീരമെന്ന ഈ സത്യത്തിനപ്പുറത്ത് എൻ്റെ ആത്മതലങ്ങളെ ആഴത്തിലറിയുന്ന ആ ചൈതന്യ സ്വരൂപത്തിൽ ലയിച്ചാണ് ഞാനിപ്പോഴുള്ളത്. അതിനാൽ അനുനിമിഷം സ്വസ്ഥമായി ഉറങ്ങുക. നന്നായി ഉറങ്ങുക ആത്മബന്ധു. ശുഭരാത്രി.